പ്രിയമുള്ളവരെ, നൊവേനയുടെ 2-ാം ദിവസത്തിൽ നാം ആയിരിക്കുമ്പോൾ വിശുദ്ധ അഗസ്റ്റീൻ്റെ കൗമാര കാലഘട്ടത്തെക്കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഏതൊരു വ്യക്തിയിലും മാറ്റം കൊണ്ടുവരുന്ന കാലമാണ് കൗമാരം. നമ്മുടെ അഗസ്റ്റീനിലും ഈ കാലഘട്ടം വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. പ്രാർത്ഥനയിലും പഠനത്തിലും മിടുക്കനായ അദ്ദേഹം അതിൽ നിന്നെല്ലാം അകന്ന ജഡീകതയുടെ ലോകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. കൗമാരത്തിൻ്റെതായ മുൻകോപവും പിടിവാശിയും എല്ലാം ഈ പുണ്യാത്മാവിൽ ഇടം പിടിച്ചു. പാപത്തിൻ്റെ സുഖമറിഞ്ഞതോടെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കായി അഗസ്റ്റീൻ്റെ യാത്ര. അമ്മയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ലൗകികമായൊരു കൗമാരത്തിലൂടെയാണ് അദ്ദേഹം നീങ്ങിയത്. എന്നാൽ തൻ്റെ മകൻ്റെ ഈ സ്വഭാവമാറ്റം വിശുദ്ധ മോനിക്കയെ വളരെയധികം വേദനിപ്പിച്ചു. അവൾ ഇപ്രകാരം വിലപിച്ചു: എൻ്റെ മകൻ്റെ അബദ്ധസഞ്ചാരം എൻ്റെ ഹൃദയം പിളർക്കുന്നു. അവന് സംഭവിക്കാനിരിക്കുന്ന നാശത്തെക്കുറിച്ചോർത്താണ് അവൾ വിലപിച്ചത്. സൂര്യൻ അസ്തമിച്ച് സമുദ്രത്തിലേക്ക് താഴുന്നതുപോലെ വിശുദ്ധ അഗസ്തീനോസിൽ നിന്നും വിശുദ്ധി അസ്തമിച്ച് അദ്ദേഹം പാപമെന്ന മഹാസമുദ്രത്തിലേക്ക് വീണുപോയി. ലൗകിക സുഖത്തോടുള്ള അനിയന്ത്രിതമായ അഭിവാഞ്ച, യൗവനത്തിൻ്റെ ചോരത്തിളപ്പ്, ഇതെല്ലാം അഗസ്റ്റീനെ പാപസാഹചര്യങ്ങൾക്കും മൃഗീയ വികാരങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. ലൗകികതയുടെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതോ സ്നേഹിതരെന്ന് വിളിക്കപ്പെട്ട ഒരുപറ്റം യുവാക്കളും. ഇതിൽ നിന്നും അദ്ദേഹത്തെ കരകയറ്റിയത് തൻ്റെ പുണ്യവതിയായ അമ്മയുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഈ നൊവേനയിൽ നമ്മുടെ യുവതിയുവാക്കളെ നമുക്കോർക്കാം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് സ്വന്തം മാതാപിതാക്കളുടെ ഘാതകരാകാതിരിക്കാൻ അമിത വൈകാരികതയുടെ തീയിൽപ്പെട്ട് തിടുക്കത്തിലെടുക്കുന്ന തീരുമാനങ്ങളാൽ തങ്ങളുടെ വിലപ്പെട്ട ജീവിതങ്ങൾ അകാലത്തിൽ പൊലിയാതിരിക്കാൻ വിശുദ്ധ അഗസ്തീനോസിൻ്റെയും അമ്മയായ മോനിക്ക പുണ്യവതിയുടെയും മാധ്യസ്ഥം തേടാം. സമാപന പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ അഗസ്തീനോസിനെ ഞങ്ങൾക്ക് മാതൃകയായി നൽകിയ അങ്ങേ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ മഹാവിശുദ്ധന്റെ ആത്മീയതയും പഠനങ്ങളും വഴി ഞങ്ങളെ ഈ കാലഘട്ടത്തിന്റെ അഗസ്തീനിയൻ ചൈതന്യവാഹകരാക്കണമേ. അതുവഴി ഈ ലോകത്തിൽ തിരുസഭയുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് വർത്തിക്കുവാൻ ഞങ്ങളുടെ പ്രയത്നങ്ങളെ അങ്ങ് നയിക്കണമേ. ആമേൻ.